നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചൂരൽമലക്കാരുടെ നെഞ്ചിടിപ്പേറ്റി കുത്തിയൊലിക്കുകയാണ് പുന്നപ്പുഴ. ഇന്നലെ രാത്രി മുതൽ പെയ്ത തോരാമഴയിൽ എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി പോയവർ കുടുങ്ങി. വില്ലേജ് റോഡിൽ വെള്ളം കയറി. പുഴയിലൂടെ മണ്ണും മരക്കഷ്ണങ്ങളും ഒഴുകിയെത്തിയതോടെ ഉരുൾപൊട്ടലുണ്ടായോ എന്ന നാട്ടുകാരുടെ ആശങ്ക വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തുന്ന പരാതികൾ, അർഹരായവരെ പോലും പട്ടികയ്ക്ക് പുറത്തു നിർത്തുന്ന ഉദ്യോഗസ്ഥരുടെ സമീപനം, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോപാധികൾ നിലച്ചുപോയിട്ടും വായ്പ എഴുതിത്തള്ളുന്നതിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം, അതിലെല്ലാം ഉപരി ഇനിയും ഉറ്റവരെ ദുരന്തം കവരുമോ എന്ന ഭീതി. ചൂരൽമലക്കാർ ദുരന്തബാധിതർ ഇനിയും എത്രനാൾ പേടിച്ച് ജീവിക്കണം? ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജോൺ പെരുവന്താനം, പരിസ്ഥിതി പ്രവർത്തകൻ എന്നിവർ നമ്മളോടൊപ്പം ചേരും. അതിനു മുമ്പ് സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോവുകയാണ്. എന്താണ് പുതിയ സാഹചര്യം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ട്. ഇടവിട്ട് പുന്നപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നുണ്ട്. ഉരുൾപൊട്ടലല്ല എന്ന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. പ്രദേശത്ത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. മലവെള്ളപ്പാച്ചിലിന് കാരണം പുഞ്ചിരിമട്ടത്തുണ്ടായ മണ്ണിടിച്ചിലാണ് എന്ന വിവരം കൂടി ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നു. ഉരുൾപൊട്ടലിൽ തകർന്ന സ്ഥലത്താണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചൂരൽമലയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത്, ഈ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം ഇത് ഈ ഒരു മണ്ണിടിച്ചിലാണ്, ഇങ്ങനെയൊരു കുത്തിയൊലിച്ച് വെള്ളം എത്തുന്നതിനും ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിനുമൊക്കെയുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത് എന്നാണ്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ ഉയർത്തിയതാണ്. ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്? മഴയ്ക്ക് കുറവുണ്ടോ? പുഴയിലെ ജലനിരപ്പ് അതേപടി തന്നെ തുടരുന്ന നിലയുണ്ടോ? ഈ റോഡിലേക്കൊക്കെ വെള്ളം കയറിയ സാഹചര്യത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സുർജിത്ത്? റിജിത്ത്, നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. മഴ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ വെള്ളം കുത്തിമറിഞ്ഞ് കലങ്ങി ഒഴുകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വനറാണി എസ്റ്റേറ്റിന്റെ ഭാഗം, ഈ ഒരു ഭാഗം ഉരുൾപൊട്ടൽ നേരത്തെ തകർന്നതാണ്. ആ ഉരുൾപൊട്ടൽ തകർന്ന ആ തകർന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ, ആ മണ്ണ് വന്ന് കലർന്നതാണ്, ഈ പുഴയിൽ കലർന്നതാണ് ഇത്തരത്തിൽ ഇങ്ങനെ പുഴ ചുകന്നൊഴുകാനുള്ള കാരണം. ഉരുൾപൊട്ടൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ആ മേഖലയിൽ അവിടെ കയറി പരിശോധന നടത്തി. പൂർണ്ണമായും ആ പരിശോധനയിൽ ഉരുൾപൊട്ടലല്ല ഉണ്ടായിട്ടുള്ളത്. ഈ വനറാണി എസ്റ്റേറ്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ആ മണ്ണിടിച്ചിലാണ് ഇത്തരത്തിൽ വെള്ളം കലങ്ങി മറിഞ്ഞ് കുതിച്ചൊഴുകാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മാത്രമല്ല, അസാധാരണമായ മഴപ്പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. 24 മണിക്കൂറിനൂടെ 100 mm-ലധികം മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. ആ മഴയുടെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥ, ഇങ്ങനെ ഈ പുന്നപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇവിടെ വലിയ പ്രതിഷേധത്തിന്റെ കാരണം എന്ന് പറയുന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചുരൽമലയോട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ, അതായത് നീലിക്കാപ്പ്, റാട്ടപ്പാടി, മാട്ടറക്കുന്ന്, പടവെട്ടിക്കുന്ന്, അതോടൊപ്പം തന്നെ അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശത്തൊക്കെ തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല. അതായത് അവർക്ക് പലർക്കും ആ ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല. അത് നേരിട്ട് ദുരന്തം ബാധിച്ചവർക്ക് മാത്രം എന്നുള്ള തരത്തിലേക്ക് പരിമിതപ്പെടുത്തി സർക്കാർ എന്നുള്ളതാണ്. ഇവർക്ക് തൊഴിലില്ല. ഈ തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം തന്നെ കനത്ത രീതിയിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് ആളുകൾ എത്താനുള്ള കാരണം. വില്ലേജ് ഓഫീസറെ സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസറെ തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തഹസിൽദാരും വൈത്തിരി തഹസിൽദാർ കുമാരി ബിന്ദുവും ഒപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള സുശീൽ കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് എത്തി അവരെയും തടയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ തടഞ്ഞ് നിർത്തി ഈ തീരുമാനമാക്കാതെ വിടില്ല. അതായത് ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാട്ടപ്പാടിയും പടവെട്ടിക്കുന്നും ഒരു തരത്തിലും, അതായത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ നിന്നും ആളുകളുടെ ലിസ്റ്റ് നേരത്തെ നൽകിയതാണ്. ആ ലിസ്റ്റ് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള വലിയ പ്രതിഷേധം അതാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ADM ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പലപ്പോഴും ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ കയർക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ അതിനുശേഷം സുർജിത്ത്, നേരത്തെ തന്നെ ഈ 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെയൊക്കെ ഈ പുനരധിവാസത്തിന്റെ ഭാഗമാക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിലൊന്നും പരിഗണിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാട് ആ ഘട്ടത്തിൽ അധികൃതർ സ്വീകരിച്ചു. ഇവിടെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ അതിൽ തന്നെ അവർ പ്രധാനമായി പേരെടുത്ത് പറഞ്ഞടക്കം വിമർശനം ഉന്നയിക്കുന്ന അവിടെയുള്ള വില്ലേജ് ഓഫീസറെ കുറിച്ച്, തഹസിൽദാരെ കുറിച്ച്, ഈ സംഭവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അവർ വിളിച്ചിട്ട് ഒരുപാട് വൈകിയാണ് ആരെങ്കിലും ഒന്ന് അവിടേക്ക് തിരിഞ്ഞു നോക്കിയത് എന്നതടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്.
ഇപ്പോൾ ഈ വലിയൊരു ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മഴ കനക്കുന്ന സാഹചര്യത്തിലൊക്കെ ചൂരൽമലയുടെ കാര്യത്തിൽ മുണ്ടക്കൈയുടെ മേഖലയുടെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ജാഗ്രത ഇപ്പോൾ തന്നെ നിലവിലുള്ളതായിരുന്നു. അതിനിടയിലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നത് എന്തുകൊണ്ടാണ് സുർജിത്ത്? പലതരത്തിലും വളരെ വൈകാരികമായുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെ ജീവിതാവസ്ഥ അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർക്കെതിരെയും ജനപ്രതിനിധികൾക്കെതിരെയും എല്ലാം തന്നെ വൈകാരികമായ രീതിയിലുള്ള പ്രതികരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത്, അതായത് ദുരന്തശേഷം ഇവിടെ പലതരത്തിലും തൊഴിലില്ലായ്മ എന്നുള്ള സംഗതി വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ, ദൂരദേശങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ആളുകളൊക്കെ ഇവിടേക്ക് എത്തി ഇവിടെ നിന്ന് മടങ്ങണമെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചിലവ് അവർക്ക് വരുന്നുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ പട്ടിണി കിടക്കാതിരിക്കാനാണ് ഇവിടെ ഈ എസ്റ്റേറ്റ് ജോലിക്ക് വരുന്ന ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ടൂറിസം മേഖലയായിരുന്നു പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. പ്രത്യേകിച്ച് 900 കണ്ടിയിലെ ജീപ്പ് ഡ്രൈവർമാർ അങ്ങനെയൊക്കെയായിരുന്നു ഇവരുടെ തൊഴിൽ മേഖല. കൃഷി പൂർണ്ണമായും നശിച്ചു. ശേഷിക്കുന്ന കൃഷിയുള്ള മുണ്ടക്കയിലെയും ഒപ്പം തന്നെ ചൂരൽമലയിലെയും അട്ടമലയിലെയും പ്രദേശവാസികളെല്ലാം തന്നെ കൃഷി വന്യമൃഗങ്ങളുടെ ശല്യം മൂലം തകർന്ന ഒരവസ്ഥയാണ്. ഇവിടുത്തെ സാമ്പത്തികാവസ്ഥ പൊതുവെ തകർന്ന് തരിപ്പണമായ സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സഹായം, സർക്കാരിന്റെ സഹായം, പ്രതിദിനം 300 രൂപ ലഭിക്കുന്ന ആ ഒരു സഹായം വലിയ ആശ്വാസ നടപടിയായി നിലനിന്നിരുന്നത്. പക്ഷേ ആ ആശ്വാസ നടപടിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും നേരിട്ട് ദുരന്തത്തെ ബാധിച്ച എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള തരത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പരിമിതപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ മഴ ശക്തമായി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ മഴപ്പെയ്ത്തിലാണ് വീണ്ടും ഇങ്ങനെ വെള്ളം കയറുമോ എന്നുള്ളതാണ് ആശങ്ക. ഇന്ന് രാവിലെ പോലും ഈ തൊഴിലിടത്തിലേക്ക് പോയ ആളുകളെ, അതായത് മുണ്ടക്കൈയിലേക്ക് തൊഴിൽ ചെയ്യാൻ പോയ ആളുകളെ പൂർണ്ണമായും ഇവിടേക്ക് എത്തിച്ചത് വലിയ രീതിയിലുള്ള ശ്രമഫലമായാണ്. അതായത് അത് ഫോറസ്റ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇവിടുത്തെ ജീപ്പുകളും ട്രാക്ടറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചത്. കാരണം മുണ്ടക്കൈയിലേക്ക് പോകുന്ന റോഡ് വേലിപ്പാലം കഴിഞ്ഞ ഉടൻ തന്നെ അത് പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. മുകളിൽ പുഞ്ചിരിമട്ടത്ത് ജനവാസമില്ലെങ്കിലും ആ പുഞ്ചിരിമട്ടത്തെ റോഡിലൂടെ വെള്ളം ഇരച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ വില്ലേജ് റോഡ് പൂർണ്ണമായും പുതിയ വില്ലേജ് റോഡ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് വെള്ളം മറിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നിരവധി പ്രതിസന്ധികളെ ഈ നാട്ടുകാർ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിന്റെ വഴി അവർ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. എന്തായാലും വില്ലേജ് ഓഫീസറെ തടഞ്ഞ് സുർജിത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 300 രൂപയുടെ സഹായം എന്നുള്ളതൊക്കെ ചിലർക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നു. ഈ ദുരന്തത്തിന് ശേഷം ഉള്ള സമീപ ദിവസങ്ങളിലായി അല്ലെങ്കിൽ സമീപ മാസങ്ങളിലായി കിട്ടിയിരുന്നു. പിന്നീട് അത് മുടങ്ങിപ്പോകുന്ന നിലയുണ്ടായി. ഒരു 9,000 രൂപയുടെ സഹായം എന്നുള്ള നിലയിലും അതും പൂർണ്ണമായി എല്ലാവരിലേക്കും എത്തിയില്ല എന്നുള്ള വിമർശനമൊക്കെ അവർ ഉയർത്തുന്നു. ഒരു ജീവനോപാധിയാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടത്. അത് ഈ ദുരന്തത്തിൽ തകർന്നുപോയ സാഹചര്യം, അത് വീണ്ടും തുടങ്ങിയാൽ തന്നെ അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം, ഒരു ലാഭമുണ്ടാക്കുക, ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൽ നിന്ന് പണം സ്വരൂപിക്കുക എന്നതിനൊന്നും കഴിയുന്ന സാഹചര്യമല്ല അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ സഹായം നിലച്ചുപോയത് എന്തുകൊണ്ടാണ്? അത് ഒരുപാട് പേർക്ക് ആ സഹായം അവിടെ ലഭ്യമാകാനുണ്ടോ? അർഹരായവരെ തഴഞ്ഞു പോകുന്നു എന്ന പരാതിക്ക് അവിടെ വലിയ പ്രസക്തിയുണ്ടോ? അതിൽ ഈ പ്രതിഷേധക്കാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വില്ലേജ് ഓഫീസറൊക്കെ എഴുതി കൊടുക്കുന്നു, ഇവർ ഈ അർഹരായവരുടെ പട്ടികയിൽ അവർ ഇടപെടുന്നു, ഇവർക്ക് സഹായത്തിന് അർഹതയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് മുകളിലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നാട്ടുകാരുടെ പരാതി. സുർജിത്ത്, എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് ഈ നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ പട്ടികയിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഒരു സ്ഥിതി അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് സർക്കാർ ചെയ്ത നടപടി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. കാരണം തൊഴിലില്ല എന്നുള്ളതാണ് പറയുന്ന പ്രതിസന്ധി. ആ തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ സഹായങ്ങൾ തുടരണം എന്നുള്ള അഭിപ്രായം ഉയർന്നു. നിരവധി സമരങ്ങൾ നടന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു സൊല്യൂഷൻ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനകത്തൊരു നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഇതിനകത്തൊരു കൃത്യമായൊരു പരിഹാര നിർദ്ദേശം എന്നുള്ള തരത്തിൽ തന്നെ അത് അവതരിപ്പിക്കണം. ഈ റാട്ടപ്പാടിയിലും പടവട്ടിക്കുന്നിലും ഒക്കെ ഉള്ള ആളുകൾ ഒരു തരത്തിലും, അത് ജോൺ മത്തായി കമ്മീഷൻ കല്ലിട്ട് പോയ ഗോസോൺ പ്രദേശമുണ്ട്. ആ ഗോസോൺ പ്രദേശത്ത് പോലും അപകട ഭീഷണി ആവുന്ന വിധത്തിൽ ഇന്ന് വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കം അത് ചൂണ്ടിക്കാട്ടി. അവിടെയൊക്കെ വെള്ളം ഇരച്ചെത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് ഈ മേഖല. അതുകൊണ്ട് ആ ആളുകളെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഒരുപോലെ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഒരു തരത്തിലും
ഈ ആളുകളെ സംബന്ധിച്ച് സാമ്പത്തിക സഹായം, സാമ്പത്തിക ദുർബലാവസ്ഥയിൽ തന്നെ ഈ നാട്ടുകാർ നിലനിൽക്കുകയാണ്. അവരുടെ ഉദ്യോഗസ്ഥരുടെ സമീപനം വളരെ മോശം സമീപനമാണെന്നുള്ള ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശന വിധേയമായി കാര്യങ്ങൾ വരുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക എന്നുള്ള തരത്തിലേക്ക് മാത്രമേ അവരെ സംബന്ധിച്ച് കഴിയുകയുള്ളൂ. അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതാണ്. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമുള്ള ആ നടപടി ആണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. രണ്ടുപേരെയും ഇപ്പോഴും പുറത്തുവിടാതെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് തഹസിൽദാരെയും സ്പെഷ്യൽ ഓഫീസറെയും തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ADM ഇവിടെ ചർച്ച നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ADM അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. തുടർന്ന് ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ശരി, ADM കൂടി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ പ്രതിഷേധമുയർത്തുന്ന പ്രദേശവാസികൾ അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനായി, അവരുമായി ചർച്ച നടത്തുന്നതിനായി, അവരെ കേൾക്കുന്നതിനായി ADM കൂടി ഇപ്പോൾ അവിടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ഇന്ന് ഈ ഇങ്ങനെ പുഴ കുത്തിയൊലിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ, ഒരു അപകട സാധ്യതയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ, എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ പോയി അവരവിടെ കുടുങ്ങിപ്പോകുന്ന നിലയുണ്ടായ ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തിയതാണ്. ചില പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. 300 രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങൾക്ക് ഞായറാഴ്ച അടക്കുമ്പോൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ കുറെ ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഔട്ടാക്കിയേക്ക. നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരാം. ഇതൊക്കെ ഉണങ്ങിപ്പോ ഡ്രൈവ് ചെയ്ത് പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടേണ്ട സർവ്വ ആനുകൂല്യം വില്ലേജ് ഓഫീസറാണ് മുടക്കിയുള്ളത്. അയാൾ ആരെ ഞങ്ങൾ ആനുകൂല്യം മുടക്കാൻ? സർക്കാരിന് ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനേ. എന്തുകൊണ്ട് അവർ കൊടുക്കില്ല? നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. നീലിക്കാപ്പിലും മാട്ടക്കുന്നിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ പട്ടിണിയിലാണ്. അവർക്ക് 9,000 രൂപ നിങ്ങൾ കൊടുക്കണമെന്ന് കാല് പിടിച്ച് ഞങ്ങൾ ചോദിച്ചതാ. ഈ സർക്കാരും ഈ വില്ലേജ് ഓഫീസറും ചേർന്നിട്ട് ഇവരെന്ത് ചെയ്തു? അവർക്ക് ഇതിന് അർഹതയില്ല എന്ന് എഴുതി കൊടുത്തു. അങ്ങനെ എഴുതി കൊടുത്തതിന്റെ ഫലമായിട്ട് എന്താ, പട്ടിണി കിടക്കാൻ വഴിയിലായിട്ടാണ് ആ സാധുക്കൾ ഇന്ന് പണിക്ക് പോയത്. ജോൺ പെരുവന്താനം, പരിസ്ഥിതി പ്രവർത്തകൻ, ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോൺ പെരുവന്താനം, പുന്നപ്പുഴ ഇപ്പോഴും കുത്തിയൊലിച്ച് തന്നെ നിൽക്കുകയാണ്. ഒരു മണ്ണിടിച്ചിലാണ് ഈ സാഹചര്യം രൂപപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴും ആ മേഖലയിലുള്ള ആളുകൾ ആശങ്കയോടുകൂടി കഴിയേണ്ട സാഹചര്യം, ജീവനോപാധികളടക്കം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരുപാട് മനുഷ്യർ, എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കഴിയുന്ന മനുഷ്യർ, അതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അവരുടെ ആശങ്ക ഇരട്ടിയാവുകയാണ്. അതുകൊണ്ട് ഇതൊരു വൈകാരിക പ്രതികരണം മാത്രമല്ല, അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ഗുരുതരമായ വിഷയങ്ങളുണ്ട്. അർഹരായവരെ തഴഞ്ഞു, കൂടുതൽ മേഖലകളിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ. ഇന്നുയർന്നു വന്ന പ്രതിഷേധത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, ജോൺ പെരുവന്താനം? അതിൽ ആ പ്രതിഷേധം രൂപപ്പെട്ടതിൽ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടോ? അല്ല, ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. വാസ്തവത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുന്ന മേഖലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല ഇടപെടേണ്ടത്. ദുരന്ത മേഖലകളെ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, കേരളത്തിൽ 17,000 മലയിടിച്ചൽ മേഖലകളും 13,000 ഉരുൾപൊട്ടൽ മേഖലകളും ഉണ്ട്. ഇവിടെ മനുഷ്യവാസം ദുസ്സഹമാണ്, ദുരന്തപൂർണമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളെ കണ്ടെത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേഞ്ചർ സോണുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മേഖലയിലുള്ള ആളുകളുടെ ജീവിതവും അവരുടെ ജീവനവും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കാലവർഷത്തിന് മുമ്പേ തന്നെ സർക്കാർ ചെയ്യേണ്ടതാണ്. അത്തരം ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ള വീഴ്ച. അത് മാത്രമല്ല, ഈ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുകയും ആ വാഗ്ദാനം ഒരിക്കലും നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും ഭരണാധികാരികളുടെയും സമീപനം അത് കൊടുംചതിയാണ്, വഞ്ചനയാണ്. ഇത്തരം ദുരന്ത മേഖലയിൽ കഴിയുന്ന ആളിനോട് അത്തരം ചതി ചെയ്യാൻ പാടില്ല. കാരണം ഇത് ജീവിതത്തിന്റെ പ്രശ്നമാണ്, ജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെയ്തിരിക്കുന്നത് കൊടുംചതി തന്നെയാണ്. ഈ ദുരന്തം ഉണ്ടായ കാലത്ത് തന്നെ ആ മലയിടിച്ചിൽ മേഖലയിൽ നിന്നും തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നതിന് ആവശ്യമായ സംവിധാനം കൊടുക്കണമായിരുന്നു. അവരെ മാറ്റിപ്പാർപ്പിക്കണമായിരുന്നു. അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം കൊടുക്കണമായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഇത് ഇവിടെ ഇപ്പോഴും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ദുരന്തത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഇപ്പോഴും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ശാസ്ത്രീയ പഠനം നടത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ദീർഘകാലം നിലനിൽക്കുന്ന പ്രശ്നമാണ്. 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. എല്ലാ മഴക്കാലത്തും ഇത് ആവർത്തിക്കപ്പെടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കേണ്ട കാര്യമാണ്. അതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ സംഗതികളുടെ കാരണം.
ശ്രീ ജോൺ പെരുവന്താനം, ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടന്നതിന് ശേഷം ചില പഠനങ്ങൾ നടക്കുന്നു. അവിടെ ഏതൊക്കെ മേഖലകളാണ് വാസയോഗ്യം, ഏതൊക്കെ മേഖലകളാണ് നോ ഗോ സോൺ എന്നുള്ള തരത്തിലൊക്കെ തരംതിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതും നടപടികളുമായി മുന്നോട്ട് പോകുന്നതുമൊക്കെ. പക്ഷേ ഇപ്പോഴും നോക്കൂ, ഇവിടെ ഈ സമാനമായൊരു സാഹചര്യം, ആളുകൾ ഭീതിയോടെ കഴിയേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ആ മേഖലകളിൽ നിന്ന് ആളുകൾ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ, അതിനോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നതിന് ഒപ്പം തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, അവിടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവിടെ ഈ പട്ടിക തയ്യാറാക്കുന്നതിൽ, അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകുന്നതിൽ ഒക്കെ ഒരു വീഴ്ച ഇവിടെ സംഭവിക്കുന്നുണ്ടോ ജോൺ പെരുവന്താനം? ജോൺ പെരുവന്താനത്തിലേക്ക് എത്താം. സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, നാട്ടുകാരുടെ ആശങ്ക അതേപടി തന്നെ നിലനിൽക്കുകയാണ്. ഇവരെ ഇപ്പോൾ തൽക്കാലത്തേക്ക്, ഇപ്പോഴത്തെ എസ്റ്റേറ്റിലേക്ക് പോയ തൊഴിലാളികളെ അവിടെയുള്ള ജീപ്പ് ഓടിക്കുന്ന ആളുകൾ തന്നെ അവിടെ പോയി സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു. ആ ഘട്ടത്തിലൊന്നും അവിടെ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതികളൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. എന്തായാലും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണെങ്കിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് 100 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇതൊക്കെ തുടർന്നും സംഭവിക്കാവുന്നതാണ്. തുടർന്നും ഈ ആശങ്കയും ഈ സാഹചര്യവും ഒക്കെ അവിടെ രൂപപ്പെടാവുന്നതാണ്. തൽക്കാലം ആളുകളെ സുരക്ഷിതമായി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാമെന്ന ഉറപ്പിലൊക്കെ തീരുന്നതാണോ ആ മേഖലയിലെ പ്രശ്നം? സംഷാദ് മരക്കാർ. ഇല്ല, ആ മേഖലയിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായി. ഇന്ന് രാവിലെയും ആ മഴ തുടർന്നു. രാവിലെയോട് കൂടിയിട്ട് വലിയ പ്രയാസം അവിടെ ഉണ്ടായി. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പോലീസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, റവന്യൂവിന്റെ കൺട്രോൾ റൂമും അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ശക്തമായ മഴ അവിടെ പെയ്യുന്നുണ്ട് എന്നും അവിടെ ബെയിലി പാലത്തിന് അപ്പുറത്തേക്ക് ആളുകൾ പോകുന്നത് അപകടകരമായ രീതിയിലാവും എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനെ ആ ഒരു തീരുമാനം DOCയോട് ജില്ലാ കലക്ടറെയോ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് രാവിലെ തൊഴിലാളികളെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടുകയും പിന്നീട് അവരൊരു പ്രയാസത്തിലാക്കുകയും ട്രാക്ടറും ജീപ്പും ഒക്കെ ഉപയോഗിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ പോലീസ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ റവന്യൂ കൺട്രോൾ റൂം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കാര്യക്ഷമമായി ആ വിവരങ്ങൾ നമുക്ക് കൈമാറുന്നതിൽ പ്രയാസം ഉണ്ടായി. ഇപ്പോ താങ്കളൊക്കെ വിഷ്വൽ കാണിക്കുന്നത് പോലെ പിന്നീട് ശക്തമായ കുത്തൊഴുക്കുണ്ടായി. ജീപ്പും ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് തൊഴിലാളികളെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. റെഡ് അലേർട്ട് ആണ് നമുക്കുള്ളത്, യെല്ലോ അലേർട്ടാണ് ഉള്ളത്. റെഡ് അലേർട്ട് ഇല്ല എന്നുള്ളതൊരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. പക്ഷേ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടാകുന്നെന്നും നമുക്കന്ന് യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. യെല്ലോ അലേർട്ടാണ് ഉണ്ടായിരുന്നത്, റെഡ് അലേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അലേർട്ടുകൾ ചിലപ്പോൾ ചില കാലാവസ്ഥയുടെ നിരീക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായി പറയുന്നുണ്ടാകും. പക്ഷെ നമുക്ക് ഒരു പ്രാദേശികമായി കിട്ടുന്ന ഡാറ്റയെ കൂടെ കൺസോൾഡേറ്റ് ചെയ്താൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. അത് ഇന്ന് രാവിലെ ആ തീരുമാനത്തിന്റെ വൈകിയത് കാരണമാണ് തൊഴിലാളികൾ അപ്പുറത്തേക്ക് പോകേണ്ടി വന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഈ ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ചില മേഖലകൾ ഗോസോൺ ഏരിയയും ചില മേഖലകൾ നോ ഗോസോൺ ഏരിയയുമായൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം മാർക്ക് ചെയ്ത മാർക്കിന് അപ്പുറത്ത് കൂടിയൊക്കെയാണ് വെള്ളം പോകുന്നത്. അദ്ദേഹം ജനവാസ മേഖലയ്ക്ക് ജനത്തിന് താമസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇന്ന് മഴ പെയ്ത് വെള്ളം പോകുന്നത്. അതിന് മുൻപത്തെ പ്രാവശ്യം 3 ദിവസം മഴ പെയ്തപ്പോഴേക്കും അദ്ദേഹം മാർക്ക് ചെയ്ത പടവട്ടിക്കുന്ന് വഴിയാണ് വെള്ളം വരുന്നത്. അപ്പൊ അവിടെ ഒന്നും സത്യത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ താമസിക്കാൻ കഴിയില്ല. പക്ഷെ സാങ്കേതികത്വമായി ചിലപ്പോൾ ജോൺ മത്തായിക്ക് പറയാൻ കഴിയുമായിരിക്കും അവിടെ പറ്റും എന്നും ഇല്ല എന്നൊക്കെ. പക്ഷെ അതിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളാണ്. ഓരോ മഴ പെയ്യുമ്പോഴും ആദിയോടുകൂടി പ്രയാസം ഉണ്ടാവുകയും എല്ലാവരും അവിടെ പോയി ഒരു ആശ്വാസം നടത്തുകയും ചെയ്യുന്നതിന് പകരം ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകണം. ആ ഇടപെടൽ നമ്മൾ പറഞ്ഞതാണ്. പടവട്ടിക്കുന്നുകാരെയും റാട്ടപ്പാടിക്കാരെയും ഒക്കെ സർക്കാരിന്റെ എത്തിക്കൊണ്ട് അവർക്ക് പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ആ ലിസ്റ്റ് ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ പെൻഡിങ് ആണ്. അതിനകത്ത് ഒരു തീരുമാനം യെസ് ഓർ നോ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. 1. 2, ആ 3 വാർഡിനെയും നമ്മൾ ദുരന്തബാധിത വാർഡുകളായി പ്രഖ്യാപിച്ചു. തീവ്ര ദുരന്തമായി സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ആ വാർഡുകളിൽ പല സ്ഥലത്തും മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന വീടുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ പുനരധിവാസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ ഇതൊരു മഴ പെയ്യുമ്പോൾ ആളുകൾ അജിറ്റേഷൻ നടത്തുമ്പോൾ, ഒരു സമരം നടത്തുമ്പോൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു സിൻസിയറായ അപ്രോച്ച് ഉണ്ടാവുക. ജനങ്ങൾ ഇന്ന് അത് മാത്രമാണ് ആവശ്യപ്പെടുക. അവർക്ക് ദിവസവേതനം പോലെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 9,000 രൂപ കൊടുത്തു, കുറെ പേർക്ക് കൊടുക്കാതെയായി. അതിന്റെ പ്രയാസം അവർ അവിടെ ഉന്നയിക്കുന്നുണ്ട്, അവർ സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് ഉപജീവന മാർഗം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു വർഷമാകാൻ പോവാണ്. ജൂലൈ 30 ആവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഒരു സിസ്റ്റം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ഒരു പ്രശ്നം. മുന്നറിയിപ്പ് നൽകുന്നതിലും കുറച്ചുകൂടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതിലും വന്ന വീഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ ഒരു പ്രയാസം ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് ഭാഗ്യവശാൽ പ്രയാസങ്ങളില്ലാതെ ആ പ്രശ്നത്തെ, ആളുകളെ നമുക്ക് അവിടുന്ന് മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ആളുകളുടെ സമരം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സംഷാദ് മരക്കേറി, ആദ്യഘട്ടത്തിൽ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ 300 രൂപയുടെ സഹായം, 9,000 രൂപയുടെ സഹായം എന്നുള്ള നിലയിലൊക്കെ ചില ആളുകൾക്ക് അത് കിട്ടിയിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മുടങ്ങിപ്പോകുന്നുണ്ട്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് മുടങ്ങിപ്പോകുന്നതിനുള്ള കാരണമായി എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? ഇവരൊക്കെ ഈ സഹായം നൽകാൻ അർഹരായ ആളുകളല്ല എന്നുള്ള കാര്യം വില്ലേജിൽ നിന്നടക്കം, വില്ലേജ് ഓഫീസർ അടക്കം ചൂണ്ടിക്കാട്ടി ആ തരത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ആ പരാതിയിൽ കഴമ്പുണ്ടോ ശ്രീ സംഷാദ് മരക്കാർ? തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ 1,100ഓളം ആളുകൾക്ക്, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് 9,000, 2 പേരുണ്ടെങ്കിൽ 18,000, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ 27,000 രീതിയിൽ 3 മാസം പണം നൽകും. ആ പണം നൽകുമ്പോൾ സർക്കാർ പുറമെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, അവസാനത്തെ വയനാട്ടിലെ ദുരന്തബാധിതനെയും പുനരധിവാസം പൂർത്തിയാക്കിയിട്ടേ സർക്കാർ ഈ പുനരധിവാസ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറൂ എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുള്ള ഒരു പ്രഖ്യാപനമാണ്. ഈ 3 വാർഡുകൾ ദുരന്ത വാർഡുകളായി പ്രഖ്യാപിക്കുമ്പോഴും അത് രസകരമായ കാര്യമാണ്. പക്ഷെ അതിനുശേഷം വരുന്ന ഉത്തരവുകൾ, പലപ്പോഴും പല ഉത്തരവുകൾ വരുമ്പോൾ ചില നിർദ്ദേശങ്ങൾ വരികയാണ്. ആ നിർദ്ദേശത്തിന്റെ ഭാഗമായി വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ ഉണ്ടാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും ഈ നിലവിൽ വരുമാനമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ധനസഹായം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം വരികയാണ്. അങ്ങനെയാണ് പലരും ഈ ജോലിയിൽ നിന്ന് ഈ പണത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ, ജീപ്പ് ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പണിയെടുക്കുന്ന ആളുകൾ, ബേക്കറി നടത്തി ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ വരുമാനമുണ്ട് എന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഈ വരുമാനം ഉണ്ടാക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ നാട്ടിലുള്ള പലരും പൈസ എടുത്ത് സഹായിച്ചിട്ടാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ചൂരൽമലയിൽ ബാർബർ ഷോപ്പ് നടത്തിയ ആൾ, അദ്ദേഹത്തിന് ഒരു ബാർബർ ഷോപ്പ് നിലവിൽ കൊടുത്തിരിക്കുന്നത് മേപ്പാടിയിലാണ്. അദ്ദേഹത്തിന് വലിയ പരിചയമില്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങാൻ ഒരു പൈസയും സർക്കാർ കൊടുത്തിട്ടില്ല, ഒരു സംഘടന കൊടുത്തു. അദ്ദേഹത്തിന് അവിടെ ഒരു വരുമാനമായോ ആയില്ലേ ഒന്ന് വിലയിരുത്തിയിട്ട് വേണ്ട നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ. അങ്ങനെ ഒരു സഹായവും ചെയ്യാതെ ലിസ്റ്റിൽ നിന്ന് കുറെ ആളുകളെ പുറത്താക്കി, അവർക്കൊന്നും പണം കിട്ടാതെ. പക്ഷെ അന്നത്തെ മീറ്റിംഗിൽ ജനപ്രതിനിധികളായ ഞങ്ങളടക്കം പറഞ്ഞതാണ്, നിങ്ങൾ അങ്ങനെ അവരെ ഒഴിവാക്കരുത് എന്നും എല്ലാവർക്കും ഇത് തുടരാൻ അനുവദിക്കണമെന്നും. ചില ഉദ്യോഗസ്ഥരുടെ ചില തീരുമാനത്തിന്റെ ഭാഗമായി ആളുകൾ ഒഴിവായി പോയി. അതിന്റെ പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥരോട് ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ജനങ്ങൾ കാണിക്കുന്നത്. അത് അവിടുത്തെ ആളുകൾ 100% അവർക്ക് അതിൽ അർഹരാണ്. കാരണം അവർക്ക് ഒരു മാസം 27 ദിവസം പണിയെടുത്താൽ കിട്ടുന്നത് 9,000 രൂപയാണ് ചപ്പ് നുള്ളാൻ പോകുന്ന ആളുകൾക്ക് കിട്ടുന്നത്. ആ ആളുകൾക്ക് റെഡ് അലർട്ട് വന്നാൽ പണിയില്ല, മഴ പെയ്താൽ പണിയില്ല, അവർക്ക് ബെയിലി പാലത്തിന് അപ്പുറം പോകാൻ പറ്റുന്നില്ല. ഇന്ന് അവരെ നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ഇവർക്ക് തോട്ടത്തിൽ പണിയുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് പൈസ കൊടുക്കാതിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് എത്ര ദിവസം പണിയുണ്ട് എന്ന് ആരെങ്കിലും നോക്കിയില്ല. ആ പ്രതിഷേധം ഇന്ന് കാണേണ്ടി വന്നു ഉദ്യോഗസ്ഥര്. ഇപ്പൊ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒരു വ്യക്തിയെ കണ്ട് കേട്ട് ഫീൽഡ് പരിശോധന നടത്തി അത് എക്സാക്ട് ഡാറ്റയാക്കി അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ആ ബോധ്യപ്പെടുത്തൽ ഉണ്ടായില്ല. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഉണ്ടായ സമരം എന്ന് പറയുന്നത്. ഇത് റവന്യൂ വകുപ്പ് മന്ത്രി അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ച് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ആദ്യം കൊടുത്ത ആളുകൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവർക്ക് വീട് കൊടുത്തോ? ഇല്ല. അവർക്ക് ഉപജീവന മാർഗം കൊടുത്തോ? ഇല്ല. അവരുടെ ചികിത്സാ സഹായം കൊടുത്തോ? കൊടുത്തില്ല. പിന്നെ എന്തായി കൊടുത്തത്? ആകെ 3 മാസം 9,000 രൂപ കൊടുത്തു. പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ അവർ പ്രതിഷേധിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. ആ പ്രതിഷേധം സർക്കാർ കേട്ടേ പറ്റൂ. ശരിയാണ്. സംഷാദ് മരക്കാറിലേക്ക് വരാം. ജോൺ പെരുവന്താനത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ജോൺ പെരുവന്താനം, താങ്കൾ ഉയർത്തിയ സർക്കാർ ഇതിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ ഇടപെടണം, കാര്യക്ഷമമായ രീതിയിൽ പഠനം നടത്തണം എന്നുള്ളത് പ്രസക്തമായ കാര്യം തന്നെയാണ്.
ഞാനത് ഉദ്യോഗസ്ഥരുടെ അല്പം കൂടി കാര്യക്ഷമമായി ഇടപെടേണ്ടതില്ലേ എന്ന തരത്തിലേക്ക് ആ ചോദ്യത്തെ കൊണ്ടുപോയത്. ഈ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ഗ്രൗണ്ട് ലെവലിൽ അത് പ്രാവർത്തികമാക്കുന്നത്, അവിടെ നിന്ന് വിവരശേഖരണം നടത്തുന്നത്, ആരൊക്കെയാണ് ഇതിൽ അർഹരായ ആളുകൾ, ആരൊക്കെയാണ് അർഹരല്ലാത്ത ആളുകൾ, ഏതൊക്കെ മേഖലയിലാണ് ഇനി പ്രതിസന്ധി രൂപപ്പെടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായൊരു കാര്യം സർക്കാരിന് മുമ്പിലേക്ക് വരുന്നത് ഈ ഉദ്യോഗസ്ഥർ വഴിയാണ്. ഈ നാട്ടുകാരും ഈ ഉദ്യോഗസ്ഥരുടെ സമീപനത്തിൽ ഈ വിമർശനം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ, ഒരുപാട് പേരെ നഷ്ടമായ, കുടുംബത്തിൽ നിന്ന് 4-5 പേരെയൊക്കെ നഷ്ടമായ ആളുകൾ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിക്കുന്നുണ്ട്. തത്സമയം സ്ഥിതിഗതികൾ വിശദീകരിച്ചിരുന്നു. മഴ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ 100 മില്ലിമീറ്റർ മഴ അവിടെ പെയ്തിട്ടുണ്ട്. പക്ഷെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല. വളരെ സേഫാണ് ആ കാര്യങ്ങൾ. പുഞ്ചിരിമുറ്റം വരെ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു. അവിടെ പോകുന്ന അപ്പുറത്തേക്ക് തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് പോകുന്ന തൊഴിലാളികളോട് തൽക്കാലം അപ്പുറത്തേക്ക് കടക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുൾപൊട്ടൽ പോലെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പക്ഷേ നല്ല ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ മാത്രമല്ല, വയനാട് ജില്ലയിൽ എവിടെയും ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യമില്ല. മഴ 100 മില്ലിമീറ്റർ കനത്തിൽ ഇന്നലെ പെയ്തിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് തന്നെ പുന്നപ്പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ പഴയ ചില സ്ഥലങ്ങളിൽ കെട്ടിനിന്നിരുന്ന ഡെബ്രികൾ ഉൾപ്പെടെ വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അതല്ലാതെ അതിൽ കവിഞ്ഞ ഏതെങ്കിലും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല. നല്ല ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നല്ല തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. രാവിലെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള DDMA യോഗം ചേർന്നിരുന്നു. ഇന്ന് 6 മണിക്ക് വീണ്ടും DDMA യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും പ്രദേശത്തിൻ്റെ സ്വഭാവം അതാണ് എന്നുള്ളത് കൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകുന്നത് നന്നായിരിക്കും. ബെയിലി പാലത്തിനപ്പുറത്തേക്ക് പുഴ ദൃശ്യമായി ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ആളുകളുടെ പ്രതിഷേധം അതായിരിക്കില്ല. പുഴ വഴിമാറി ഒഴുകിയത് അതുമായി ബന്ധപ്പെട്ടല്ല. പുഴ വഴിമാറുകയല്ല. 3 സ്ട്രീമുള്ളതിൽ ഒരു സ്ട്രീമിൽ വെള്ളം വേണ്ടത്രയില്ല. പക്ഷെ 2 സ്ട്രീമിലൂടെ വെള്ളം വരുന്നുണ്ട്. ആ വിധത്തിൽ വെള്ളം പെയ്തതുകൊണ്ട്, മഴ നല്ലതുപോലെ പെയ്തതുകൊണ്ട് വെള്ളം നന്നായി ഒഴുകുന്നതല്ലാതെ പേടിപ്പിക്കാവുന്ന സ്ഥിതിവിശേഷമൊന്നുമില്ല. ഒഴുകുന്ന വെള്ളം കാണിച്ചുകൊണ്ടാണ് പല പ്രയാസങ്ങളും പറയുന്നത്. ആ വിധത്തിലില്ല. പക്ഷെ നല്ല ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന കാര്യം പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാതെ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ അപകടകരമായിട്ടുള്ള വസ്തുതകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ജാഗ്രതയുണ്ട്. ഉദ്യോഗസ്ഥന്മാരോട് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധികളോട് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെയായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു. നല്ല ജാഗ്രത പ്രദേശങ്ങളിൽ പാലിക്കാൻ, പ്രത്യേകിച്ച് 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരി മുറ്റവും ഉണ്ടക്കയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമല പ്രദേശത്ത് നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവർ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡെയിലി 300 രൂപ വെച്ച് 9,000 രൂപ അവർക്ക് ദുരന്തബാധിതർക്ക് നൽകണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരാൻ വൈകി എന്നവർ പറയുന്നുണ്ട്. അത്ര ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നോക്കാം. ഡെയിലി 300 രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട്. 3 മാസമായിരുന്നു ആദ്യം വിതരണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 9 മാസത്തേക്ക് തുടർന്നത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ജീവനോപാധി വിതരണം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ജോലിയില്ലാതെ അവിടെ ഇരിക്കേണ്ടി വരുന്ന ആളുകൾക്കാണ്. ആ വിധത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചായി പറയുന്നത്. DDMAയോട് ആ കാര്യം വൃത്തിയായിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രയാസമൊന്നുമില്ല. 300 രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി സാധാരണ 3 മാസത്തേക്കാണ് കൊടുക്കുക. ഇത് 12 മാസത്തേക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ക്യാമ്പിൽ പോയ ആളുകൾക്ക് കൊടുത്തിരുന്നു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകൾക്ക് കൊടുക്കാതെ വന്ന ചില അനുഭവങ്ങളുണ്ട്. അതിൽ അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാകില്ല. അത് ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തിട്ടുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. ജോൺ പെരുവന്താനം പരിസ്ഥിതി പ്രവർത്തകൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ജോൺ പെരുവന്താനം, ഞാൻ നേരത്തെ ചോദിച്ചത് ഇതിൽ കർമ്മപദ്ധതി രൂപീകരിക്കേണ്ടതും പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടതും വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതും സമഗ്രമായ ആ വിഷയം പഠിക്കേണ്ടതും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും ഒക്കെ സർക്കാരാണ്. അതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ഞാൻ ഈ ഉദ്യോഗസ്ഥരുടെ സമീപനവുമായി ബന്ധപ്പെട്ട് നേരത്തെ താങ്കളോട് ചോദിക്കാൻ കാരണം,
ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്, റിപ്പോർട്ട് നൽകുന്നത്, ഇതൊക്കെ ഇവരാണ്. ഈ ആളുകൾ അവരുടെ വിമർശനത്തിൽ വലിയൊരു ഭാഗം അവിടെയുള്ള ഇന്നിപ്പോൾ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ പോലും വില്ലേജ് ഓഫീസർ അവിടേക്ക് എത്താൻ വൈകി എന്നുള്ളതാണ് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഈ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ, വളരെ സെൻസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഒരുപാട് മുറിവേറ്റ മനുഷ്യർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ പരിഹാരത്തിനൊപ്പം തന്നെ അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലുള്ള ചില സമീപനവും നടപടികളും ഉണ്ടാകണം. അതവിടെ ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളതും ഒരു പ്രധാന വിഷയമല്ലേ ജോൺ പെരുവന്താനം? തീർച്ചയായിട്ടും അവിടെ ചെയ്യേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ ജനകീയ സമിതികളും ജനകീയ കമ്മിറ്റികളുമാണ് ഉണ്ടാവേണ്ടത്. കാരണം ഈ ഇരകൾ കൂടി പങ്കാളികളായിട്ടുള്ള ജനകീയ സമിതികൾ ഉണ്ടായാൽ മാത്രമാണ് അവരുടെ പ്രശ്നം യഥാസമയം കൃത്യമായി ജനങ്ങളുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും അറിയിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും വില്ലേജ് ഓഫീസറോ താലൂക്ക് ഓഫീസറോ തഹസിൽദാരോ കൊടുക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല നാട്ടിൽ ഗവൺമെന്റ് ഭരണം നടത്തേണ്ടത്. ജനങ്ങളെ കേട്ട് അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാണ് അടിസ്ഥാനതല ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോ ഇടപെട്ടുള്ള ജനാധിപത്യം 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വോട്ട് ചെയ്യുന്നതാണ് ജനാധിപത്യം എന്നാണ് പറയുന്നത്. അതുപോരാ, തുടർച്ചയുള്ള ജനാധിപത്യം വേണം. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവരുടെ അഭിപ്രായം കൂടി കേട്ട് അവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതാണ് ജനാധിപത്യം. അതിന് പകരം ഇവിടെ ബ്യൂറോക്രസിയാണ് നടക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണ് നടക്കുന്നത്. കുറെ ആളുകൾ ഭരിക്കാൻ വേണ്ടി മേൽ കയറി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവർക്ക് അറിയില്ല. മനുഷ്യന്റെ വിശപ്പിന്റെ പ്രശ്നം, അവന്റെ തൊഴിലിന്റെ പ്രശ്നം, അവന്റെ കുടുംബത്തിന്റെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ ഭരണാധികാരികൾക്കോ ഈ ഉദ്യോഗസ്ഥന്മാർക്കോ യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. അവരെല്ലാം ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുക. ഇത്തരം ദുരന്തം ഉണ്ടാവുന്ന മേഖലകളെ കണ്ടെത്തിയ സ്ഥിതിക്ക് അത് വർഷം വരാൻ വേണ്ടി, കാലവർഷം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പേ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ സംവിധാനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ദുരന്തം. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിലുള്ള സംവിധാനം ഉണ്ടാക്കുകയും ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ജനകീയ സമിതികളാണ് ഉണ്ടാക്കേണ്ടത്. അത്തരം ഒരു ജനകീയ ഇടപെടലോ ജനകീയ സമിതികളോ സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയെങ്കിലും അടിയന്തരമായി ഗ്രാമസഭകളെ വിളിച്ചുകൂട്ടി, പഞ്ചായത്തുകളെ വിളിച്ചുകൂട്ടി, പഞ്ചായത്തിന്റെ ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ ഇത്തരം ജനകീയ സമിതികളെ രൂപീകരിച്ച് അതിൽ ഉദ്യോഗസ്ഥന്മാരും കൂടി പങ്കാളികളായി ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്താൽ ഈ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയും. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ച സമീപനം, ഹൈക്കോടതിയിൽ നിന്നടക്കം കേന്ദ്രത്തിന് വിമർശനമേൽക്കേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിലേക്കൊക്കെ വരാം. ചർച്ചയിലേക്ക് വീണ്ടും സംഷാദ് മരക്കാറിലേക്ക് വീണ്ടും. ശ്രീ സംഷാദ് മരക്കാർ, ഈ ജീവനോപാധികൾ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടി. അവർക്ക് അല്പം സഹായം എന്നുള്ള നിലയിലാണ് ഈ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, അതിൻ്റെ ചർച്ചകൾ ഒക്കെ മുന്നോട്ട് പോയത്. പക്ഷേ അതിൽ കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ബാങ്കുകൾ ഇപ്പോഴും അതിനായി ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കാത്തിരിക്കുന്ന നിലയുണ്ട്. ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം വന്നു. കേന്ദ്ര സർക്കാരിന് അതിൽ നിന്ന് വിമർശനമേൽക്കേണ്ടി വന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇങ്ങനെ വായ്പ എഴുതി തള്ളുന്നതിൽ പോലും അനുകൂലമായൊരു സമീപനം വൈകുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കേന്ദ്ര സർക്കാർ ഈ ഒരു ദുരന്തത്തെ കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഒട്ടും മനുഷ്യത്വപരമായ ഒരു സമീപനമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിലൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഇപ്പോൾ സാസ്കി എന്ന് പറയുന്ന 520 കോടി രൂപയുടെ ഒരു അസിസ്റ്റൻസ് ആണ് നമുക്ക് തന്നത്. അത് പലിശരഹിതമായ ഒരു വായ്പ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു സാഹചര്യത്തിലുള്ളൊരു പിന്തുണയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വയനാടിലെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയുള്ള 35 കോടി രൂപയോളം ആ പ്രദേശത്തെ ആളുകളുടെ സാമ്പത്തിക ബാധ്യതയാണ്. ആ കടം എഴുതി തള്ളുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു ഉചിതമായ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നയത്തിൽ അത്തരം ഒരു ആ ഒരു പോർഷൻ തന്നെ എടുത്തു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിൽ കേരള സർക്കാർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുമാണ്. ഇപ്പൊ സാമ്പത്തികമായ കടം എഴുതിത്തള്ളുക എന്ന് പറയുമ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നത് സംസ്ഥാനത്തെ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇത്തരത്തിലൊരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതുവരെ അനുമതി കൊടുക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. മറ്റുള്ളവർ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്കതിൽ പ്രതിഷേധമുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മളുടെ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ പ്രയാസപ്പെടണമെന്നല്ലല്ലോ. 780 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇരിക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരാളെ ഇതുവരെ സഹായിക്കാൻ പറ്റാത്തത്?
കുറച്ച് തയ്യൽ മെഷീനുകൾ വാങ്ങിക്കൊടുത്തു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉപജീവന മാർഗം തിരിച്ച് നൽകാൻ അങ്ങനെ ഒരു പദ്ധതി തന്നെയുണ്ട്. ഉജ്ജീവനം എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ 128 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ സർക്കാരിന് മുമ്പിലുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ കൂടി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. വാഹനം പോയ ആളുകൾക്ക് വാഹനം കൊടുക്കണം, കടകൾ പോയ ആളുകൾക്ക് കടകൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. ഇതുവരെ അതിലൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവര് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മറ്റ് സന്നദ്ധ സംഘടനകൾ ആളുകളെ സഹായിച്ചു, അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു. സർക്കാർ കയ്യും കെട്ടിയിരിക്കുക ചെയ്തത്. അവിടെ സഹായിച്ചത് മറ്റ് സന്നദ്ധ സംഘടനകളാണ്. അത് കേന്ദ്ര സർക്കാർ ഈ പണം കടം കൊടുത്തു അല്ലെങ്കിൽ വായ്പ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രശ്നത്തിലും പരിഹരിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വാദം. അങ്ങനെയല്ല, നമുക്കത് വായ്പയല്ല വേണ്ടത്. അല്ല, അതിൽ ആ വായ്പ കിട്ടുന്നത് പോലും ഒരു സമയപരിധി ഒക്കെ വെച്ചുകൊണ്ടാണ്. അത് വളരെ സമയം കുറഞ്ഞൊരു സമയപരിധി വെച്ചുകൊണ്ടാണ്. പിന്നീട് അതിൽ വലിയ പ്രതിഷേധവും സമ്മർദ്ദവും ഒക്കെ ഉയർന്നു വന്നതിന് പിന്നാലെ നീട്ടി നൽകി എന്നുള്ളതൊക്കെ മറ്റൊരു യാഥാർത്ഥ്യം. അത് അങ്ങനെ കേന്ദ്രത്തെ പഴിചാരി സർക്കാരിനും ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നിലയുണ്ട്. കളക്ടറേറ്റിന് മുമ്പിലൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദുരന്ത ബാധിതരെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിൽ സർക്കാരിന് ഇനി എന്താണ് തുടർന്ന് വിപുലമായി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ കൂടുതൽ ആളുകളെ ഈ പുനരധിവാസത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണോ? അതിന് അല്ലെങ്കിൽ ഇനിയും ആ മേഖലയിൽ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുക, വിശദമായ പഠനം നടത്തുക, കർമ്മപദ്ധതി രൂപീകരിക്കുക, തുടർന്നുള്ള നിലവിലുള്ള കർമ്മപദ്ധതിക്കൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണോ സർക്കാരിന് ഇതിൽ ചെയ്യാൻ കഴിയുന്നത്? സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് അർഹരായ ഒരാൾ പോലും ഈ പുനരധിവാസ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകാതിരിക്കും. രണ്ട് സ്ഥലങ്ങൾ ഞാൻ സ്പെസിഫിക് ആയി പറയുന്നു. പടവട്ടിക്കുന്ന്, റാട്ടപ്പാടി എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളും ഈ ജോൺ മത്തായി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യരെ ഇനി അവിടെ താമസിപ്പിക്കാൻ വിടരുത്. കാരണം അങ്ങനെ അവരെ വിട്ടുകഴിഞ്ഞാൽ അടുത്തൊരു പ്രയാസം നമ്മൾ കാണേണ്ടി വരും. ജോൺ മത്തായിയെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റർ അളന്ന് ഒരു കുറ്റിയടിച്ചു പോവുക എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ചെയ്തു, അദ്ദേഹം പോയി. പക്ഷെ അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഇതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പൊ അവരെ ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക, ഇവരുടെ ഉപജീവന മാർഗം തിരിച്ചു നൽകുക, ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുക, ഇവരുടെ തുടർ ചികിത്സ ഏറ്റെടുക്കുക, ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏറ്റെടുക്കുക, ഇവരൊരു ഫുൾഫിൽ ചെയ്ത് സെറ്റിൽ ചെയ്യുന്നത് വരെ ഇവരുടെ പുറകിൽ സർക്കാർ നിൽക്കുക എന്നുള്ളതാണ്. അത് നിൽക്കുന്നതിന് പകരം ചില ഉത്തരവുകളും ചില മാനദണ്ഡങ്ങളും ചില സാങ്കേതികത്വവും പറഞ്ഞ് ഒരു ഫിൽട്രേഷൻ ആണ് നടക്കുന്നത്. വയനാട്ടിലെ ദുരന്തം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നേരിട്ട ആളുകളാണ്. അതിൽ ഫിൽട്രേഷൻ ചെയ്ത് കുറെ ആളുകൾ ഒഴിവാക്കിയാണ് വരുന്നത്. ഇപ്പൊ സർക്കാർ 400 വീടിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. പടവട്ടിക്കുന്നുകാരുടെ റാട്ടപ്പാടിക്കാരുടെ ലിസ്റ്റ് സർക്കാരിന്റെ കൈ കിടക്കുന്നത്. അതിൽ തീരുമാനം എടുക്കേണ്ട സർക്കാരാണ്, ഇതുവരെ എടുത്തിട്ടില്ല. സർക്കാർ ഉണ്ടാക്കി അത്രയും വീട് തന്നെ പുറത്ത് സന്നദ്ധ സംഘടനകൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോ മുള്ളംകൊല്ലിയില് 25ഓളം വീടുകൾ കൈമാറ്റം കഴിഞ്ഞു. എന്റെ ഡിവിഷനിൽ 5 വീടുകളുടെ കൈമാറ്റം കഴിഞ്ഞു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. മറ്റേ ജമ്മിയത്തുൽ ഹിന്ദിന്റെ 30 വീടുകളുടെ പണി, ഒരു സാമൂഹിക പ്രവർത്തകന്റെ 25 വീടുകളുടെ പണി, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഒരു വീടിന്റെ പണിയാണ് പൂർത്തിയായത്, 1 വർഷമായി. ഇത് കുറച്ചുകൂടി സ്പീഡാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ മന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ അഭിപ്രായം ഇപ്പൊ താങ്കൾ കേട്ടു. ഞാൻ റവന്യൂ മന്ത്രി ഇതിന് മുമ്പ് വിളിച്ചാണ്, അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഈ കാര്യത്തിൽ അങ്ങ് ഇടപെടണം എന്ന് പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞത് DDMAക്ക് തീരുമാനിക്കാം ഈ ആളുകളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്നാണ്. DDMA ഇത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളതാണ് അതിന്റെ വൈസ് ചെയർമാനായി എന്റെ തീരുമാനം. ആ തീരുമാനം നടപ്പാവാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ എന്താണുള്ളത്? എന്തെങ്കിലും തരത്തിൽ വരുമാനമുള്ളവർ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടെന്ന് ഇവർ എഴുതി വെക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഉൾപ്പെടുത്തുക? രണ്ടും കൂടെ പറ്റില്ല. ഒരു സ്ഥലത്ത് ഉത്തരവിറക്കി, ഒരു സ്ഥലത്ത് ആളുകളെ കാണുമ്പോൾ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യരുത്. സത്യസന്ധമായി ഇവരോടൊപ്പം നിൽക്കണം, ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ രാഷ്ട്രീയം മാറ്റിവെക്കണം. ഇതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെന്നേ ആ ദുരന്തബാധിതരിൽ. ഇതൊരു കേവല രാഷ്ട്രീയ സ്റ്റണ്ടിലേക്ക് അപ്പുറം പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ചെയ്യേണ്ടത്. ശരി, ശ്രീ ജോൺ പെരുവന്താനം, ഇത് ഈ വിഷയം അവിടെയുള്ള ആളുകളുടെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലും തുടർന്ന് ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടതും ഒന്നുമല്ല. അതിനു മുമ്പേ തന്നെ അവർ ആ വിഷയം ഉയർത്തുന്നതാണ്. അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ജനകീയ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതാണ്. വയനാട് കളക്ടറേറ്റിന് മുമ്പിലേക്ക് അവർ ആ പ്രതിഷേധം വ്യാപിപ്പിച്ചതാണ്. നിരന്തരമായി അവർ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളിതാ ഇന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള വിഷയം ഉന്നയിക്കുന്നുണ്ട്. അത് എത്രത്തോളം ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകളൊക്കെ നടന്നെങ്കിലും പിന്നീട് ആ നിസ്സഹായരായ മനുഷ്യരെ ആരും തിരിഞ്ഞു നോക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് വീണ്ടും ആ വിഷയം ഉയർന്നു വരുന്നതും അവരുടെ ആവശ്യങ്ങൾ വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്കുമൊക്കെ വരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം കൂടി കാര്യക്ഷമമായ രീതിയിലുള്ളൊരു ഇടപെടൽ, ഒരു നേതൃപരമായ ഇടപെടൽ ഈ വിഷയത്തിൽ തുടർന്നുള്ള നടപടികളിൽ ഉണ്ടാകുമോ ശ്രീ ജോൺ പെരുവന്താനം? ഉണ്ടാവേണ്ടതാണ്.
അത് ജനാധിപത്യപരമായ മര്യാദ, ഭരണാധികാരികളുടെ മര്യാദയാണത്. പക്ഷേ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ നിർവാഹവുമില്ല. നാളെ ദൂരം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിലും ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും നമ്മൾ അത്തരം നീതി പ്രതീക്ഷിച്ചുകൂടാ. ജനങ്ങൾ പോരാട്ടങ്ങളിലൂടെ തന്നെ ആ നീതി പിടിച്ചെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ തന്നെ മന്ത്രി രാജൻ പറയുന്നത് കേട്ടു, വലിയ ഗുരുതരമായ പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. ഗുരുതരമായ പ്രശ്നം ഉണ്ടായതിനു ശേഷം മതി നിങ്ങളുടെ അഭിപ്രായ പ്രകടനം എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. ഗുരുതരമായ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ഇത്തരം ഭരണാധികാരികളുടെ നീക്കം തന്നെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് അടിയന്തരമായി ഈ ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ മാറ്റിവെച്ചിട്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും, അവിടെ താമസിക്കുന്ന അംബാനി അദാനി ഒന്നുമല്ലല്ലോ, അതിനകത്ത് കുറച്ച് അനർഹത കൂടി കയറിപ്പോയാൽ പോലും ആ മേഖലയിലെ അപകട മേഖലയിലെ മുഴുവൻ മനുഷ്യർക്കും വീട് കൊടുക്കുന്നതിനും ഉപജീവന മാർഗം കൊടുക്കുന്നതിനുമുള്ള സംവിധാനമാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത്. അതുപോലെ ഇത്തരം ദുരന്ത മേഖലകളിൽ താമസിക്കുന്ന മുഴുവൻ പേരെയും അടിയന്തരമായി സർക്കാർ ഇൻഷുർ ചെയ്യണം. അവർക്ക് നാശനഷ്ടം ഉണ്ടായാൽ അതിന് അർഹമായിട്ടുള്ള ഇൻഷുറൻസ് തുക കിട്ടാനുള്ള സംവിധാനം ചെയ്യണം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോലെ വാഹനങ്ങൾക്കുള്ളതുപോലെ ഈ ഇത്തരം ദുരന്ത മേഖലയിൽ താമസിക്കുന്ന ആളുകളെ മുഴുവൻ സർക്കാർ ഇൻഷുർ ചെയ്യണം. അവരുടെ ജീവിത ഉപാധികൾക്കും സ്വത്തിനും ഇൻഷുറൻസ് കൊടുക്കണം. അവർക്ക് നാശനഷ്ടം വന്നാൽ ആ ഇൻഷുറൻസ് തുക അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതല്ലാതെ ജനങ്ങളുടെ നികുതി പിരിക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ വികസനം എന്നുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് തിരുത്തേണ്ട സമയമായിരിക്കുന്നു. അതുപോലെ ദുരന്ത ബാധിതരോടും ദുരന്ത മേഖലയിലെ മനുഷ്യരോടും കുറച്ചുകൂടി കരുണയോടെ നീതിയോടെ പെരുമാറാൻ ഈ സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ജോൺ പെരുവന്താനം, ഒരു കാര്യം കൂടി, അതിപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി അവിടെ ആ ദുരന്തമുണ്ടായ സമയത്ത് സന്ദർശിക്കുന്നതും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുന്നതും ഒക്കെ കണ്ടു. പിന്നീട് ദീർഘകാലം ആ സഹായത്തിനായുള്ള കാത്തിരിപ്പ്, പിന്നീട് ഒരു ഘട്ടത്തിൽ തുക നൽകും എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊരു വായ്പയായാണ് കേന്ദ്ര സഹായമായി മുന്നിലേക്ക് എത്തുന്നത്. അത് തന്നെ ഒരു നിശ്ചിതമായ ഒരു സമയപരിധി അത് ചെലവഴിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ കാലയളവിലെ ഒരു സമയപരിധി വെക്കുന്നു. പിന്നീട് കോടതിയിലേക്ക് ഈ വിഷയം വരുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് എന്ന് ചോദിക്കുന്ന സമയത്ത് മലക്കം മറിഞ്ഞ് സ്വീകരിക്കുന്ന സമീപനം, കൃത്യമായൊരു മറുപടി അവിടെ കോടതിയിൽ നൽകാത്ത സാഹചര്യം. ഇതിൽ കേന്ദ്രത്തിന് കൂടി ഈ ഒരു വലിയ ദുരന്തത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ ജോൺ പെരുവന്താനം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓരോ ഇഞ്ച് മണ്ണിലും രണ്ട് സർക്കാരുകൾ പ്രവർത്തിക്കുന്നുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആ രണ്ട് ഗവൺമെന്റുകൾക്കും പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാനത്തിനോ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കേന്ദ്രം ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരോട് കാണിച്ചത് ക്രൂരതയാണ്, ഭയാനകമായിട്ടുള്ള ക്രൂരതയാണ്. ഇതാണ് ഒരു ഗവൺമെന്റ് ജനങ്ങളോട് പൗരന്മാരോട് കരുതുന്നതെങ്കിൽ അത് വലിയ കഷ്ടം എന്ന് മാത്രമാണ് പറയാവുന്നത്. ഇതിനെതിരെ തീർച്ചയായിട്ടും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരുടെയും പ്രതിഷേധം ഉണ്ടാവേണ്ടതാണ്. അതേസമയം തന്നെ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാനം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് അതിനേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ശ്രീ സംഷാദ് മരക്കാർ, ഇതിപ്പോൾ നോ ഗോസോൺ മേഖല അങ്ങനെയൊക്കെ തരംതിരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ആ മേഖലയിലുണ്ടായിരുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് സർക്കാരിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോയത്. അതിന് തന്നെ പ്രസക്തിയില്ലാത്ത നിലയിലേക്ക് പുതിയ സംഭവ വികാസങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ സംഷാദ് മരക്കാർ? റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗോസോൺ ഏരിയയും നോ ഗോസോൺ ഏരിയയും മാർക്ക് ചെയ്തത്. അപ്പൊ അതിൽ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞത് സ്കൂൾ റൂട്ടിന്റെ അടുത്ത് കൂടെ പോയിട്ടുള്ള പടവെട്ടിക്കുന്നിൽ 27 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ആ 27 കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ നമ്മൾ അവിടത്തേക്ക് റോഡ് പണിയണമെങ്കിൽ ഏകദേശം 25 കോടി രൂപ വരും. ആ 25 കോടി രൂപ ചെലവഴിച്ചിട്ട് റോഡ് പണിതിട്ട് 27 കുടുംബങ്ങൾ അവിടെ താമസിക്കേണ്ടതാണോ? ആ 27 കുടുംബങ്ങളെ ടൗൺഷിപ്പിന്റെ ഭാഗമായി അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്നതാണോ ഉചിതം? അപ്പൊ താങ്കളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ താങ്കളോട് ആ ചോദ്യം ചോദിച്ചാൽ താങ്കൾ പറയാൻ പോകുന്ന മറുപടി അവരെ താല്പര്യം അവർക്ക് മാറാനെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ സർക്കാരിന്റെ തീരുമാനം അവരെ അവിടെ നിർത്തിക്കൊണ്ട് 25 കോടി രൂപയുടെ റോഡ് പണിതതിന് ശേഷം അവർക്ക് സൗകര്യം ഒരുക്കുക, അതുവരെ വാടകയ്ക്ക് കൊടുക്കാന്ന്. ഇത് ആരോടാ പറയേണ്ടത്? ഈ തീരുമാനം നമ്മൾ തിരുത്തണമെന്ന് പറയാൻ നമുക്കൊരു പരിമിതിയുണ്ട്.
ആ പരിമിതിക്കകത്ത് എല്ലാം സംസാരിച്ചാണ്. ഇപ്പോഴും അതിനകത്തൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഇത്തരം വിചിത്രമായ ചില തീരുമാനങ്ങൾ കൂടെ ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള കാരണം അവർക്ക് ജൂലൈ 30 എത്താൻ ഒരു വർഷം എത്താൻ പോവുകയാണ്. ആ ഒരു വർഷത്തിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ട ആളുകളെല്ലാം പോയി എന്നതിനേക്കാൾ അപ്പുറം ഇതുവരെ 105ഓളം ആളുകൾക്ക് 15 ലക്ഷം രൂപ ലഭിച്ചു. അതായത് വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത 105ഓളം ആളുകൾക്ക് 15 ലക്ഷം രൂപ ലഭിച്ചു എന്നതും, ചില ആളുകൾക്ക് ഇപ്പോൾ വാടക കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഉപജീവന ബത്ത കിട്ടുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി ബാക്കി കാര്യമായ ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ വെള്ളാർമല സ്കൂള് അന്ന് കഴിഞ്ഞ് വലിയ നമ്മളിപ്പോ SSLC റിസൾട്ട് വന്നു. അവിടുത്തെ 55ഓളം കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ചു. ആ കുട്ടികളുടെ തുടർ പഠനത്തിലുള്ള സാമ്പത്തിക ബാധ്യത ആരെങ്കിലും ഏറ്റിട്ടുണ്ടോ? അവര് +2 കഴിഞ്ഞ കുട്ടികളുണ്ട്. അവർക്ക് ഡിഗ്രിക്കും മറ്റും അഡ്മിഷൻ വേണ്ടേ? ഈ 9,000 രൂപ പോലും കിട്ടാത്ത ആളുകൾ അവരുടെ മക്കളെ എവിടെയാണ് പഠിപ്പിക്കേണ്ടത്? സർക്കാരിന് എന്തെങ്കിലും നിലപാടുണ്ടോ അക്കാര്യത്തിൽ? ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടോ? അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവരെവിടെ പഠിക്കുന്നത് നോക്കിയിട്ടുണ്ടോ? ഇവിടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ, സർക്കാരല്ല. ഇവിടെ ചില സന്നദ്ധ പ്രവർത്തകരും ജനപ്രതികളും കൂടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 5 ലക്ഷം രൂപയാണ് ദുരന്ത ബാധിതരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. ഇതിൽ 1 രൂപയും ചെലവായിട്ടില്ല. ശ്രീ സംഷാദ് മരക്കാർ, ഒരു പുതിയ വിവരമായി പുറത്തു വന്നത് പുന്നപ്പുഴയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകുന്നു എന്നുള്ളതാണ്. അത് പുഴയിലെ ഉരുൾപൊട്ടൽ അവശിഷ്ടം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് 195 കോടി രൂപയാണ് വകയിരുത്തിയത്. താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. 195 കോടി രൂപയാണ് പുന്നപ്പുഴ നവീകരണത്തിന് വേണ്ടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. അതുകൂടെ മനസ്സിലാക്കിയാൽ മതി. അവർക്കാണ് ഈ പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ അതിന്റെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച ആളാണ്. അവർക്ക് എന്താണ് സയന്റിഫിക്കായി പുഴ നവീകരണത്തിലുള്ള പങ്ക് താങ്കൾ കണ്ടിട്ടുണ്ട്? അവർ റോഡ് നിർമ്മിക്കും, ബിൽഡിംഗ് നിർമ്മിക്കും, സത്യമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് പുഴ നവീകരണം പോലെ, ഇത് പുഴ നവീകരണം അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഡെബ്രിസുകളുടെ ക്ലിയറൻസ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ സാധാരണ പുഴയുടെ, ഇപ്പൊ ജോൺ പെരുവന്താനം സാർക്ക് കുറച്ചുകൂടി അത് സാങ്കേതികമായിട്ട് ആ കാര്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും. നമ്മളൊരു പുഴയുടെ ആഴം കൂട്ടലല്ല ഇത്. ഒരു വലിയ ദുരന്തത്തിൽ ഒലിച്ചു വന്ന ഡെബ്രിസുകളുടെ ക്ലിയറൻസ് ചെയ്യാനുള്ള എന്ത് ടെക്നിക്കലായ കഴിവാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കകത്തുള്ളത് എന്നുള്ളതാണ്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു അറിവില്ല. അവരെയാണ് 195 കോടി രൂപക്ക് കൊടുത്തിട്ട് 4 JCB വെച്ചിട്ട് അവർ വർക്ക് ചെയ്യുക. 2 JCB പുഴ നവീകരിച്ച് ജനങ്ങൾ പരാതി പറഞ്ഞു. ഞാനടക്കം കലക്ടർ അടക്കം ആളുകൾ അവരെ വിളിപ്പിച്ച് മുത്തുമലയിലെ മീറ്റിംഗ് കൂടിയിട്ടാണ് കൂടുതൽ സംവിധാനം ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അവര് മണ്ണ് കോരി സൈഡിൽ വെക്കുന്നു, മഴ പെയ്യുമ്പോൾ മണ്ണ് ഒലിച്ചു പോകുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. പക്ഷെ 195 കോടി രൂപയുണ്ട്. ഇതിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ പ്രയാസം അവിടെ അവസാനിക്കും. അപ്പൊ എന്താണ് സർക്കാരിന്റെ ഈ വിഷയത്തിൽ? ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സംഷാദ് മരക്കാർ. ഒരിക്കൽ കൂടി സുർജിത്ത് അയ്യപ്പത്തിലേക്ക് പോവുകയാണ്. സുർജിത്ത് ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് പുതിയ സാഹചര്യം? ഇപ്പോഴും മഴ തുടരുന്ന നിലയുണ്ടോ? ആളുകളുടെ ആശങ്ക, അവരുടെ പ്രതിഷേധം, പുതിയ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? റിജിത്ത്, മഴയുണ്ട്. മഴ ഇപ്പോഴും ഇടവിട്ട് കനത്ത് പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനിടയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ADM ഇവിടേക്ക് എത്തി. ചില കാര്യങ്ങൾ, നാട്ടുകാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. 3 വാർഡുകളിൽ ഉൾപ്പെട്ടവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ 2 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ധനസഹായം ലഭ്യമാക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ആ ധനസഹായം ലഭ്യമാക്കും എന്നുള്ള നടപടിയോടുകൂടി ADM ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഈ പ്രശ്നം പരിഹരിച്ചു. എന്താണ് അവസ്ഥ? ഇപ്പോൾ ADM പറഞ്ഞിട്ടുള്ളത് പരമാവധി എല്ലാവരും ലിസ്റ്റുകൾ നോക്കിയിട്ട് 3 വാർഡ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവർ പറഞ്ഞത് ഗവൺമെൻറ്റും കൂടി തീരുമാനം വരണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു പോയിൻ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എങ്കിലും അടുത്ത ദിവസം തന്നെ DDM മീറ്റിൽ പരിഹാരം കാണുകയാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഉറച്ചു നിൽക്കുന്ന 3 വാർഡുകൾക്ക് എല്ലാവർക്കും കിട്ടണം. അതിലൊരു മാറ്റമില്ല. അതാണ് നമ്മൾ യഥാർത്ഥ നിർബന്ധം, യഥാർത്ഥ സ്റ്റാൻഡ് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഒരു അനുകൂല ഉത്തരവുണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? തീർച്ചയായും നമ്മൾ ഇത്രയും പ്രതീക്ഷകൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അനുകൂല നിലപാട് നമുക്ക് വരണമല്ലോ, അനുകൂല നിലപാട് ഉണ്ടാകണമല്ലോ. കാരണം ഈ രാവിലെ മുതൽ മഴ നനഞ്ഞുന്ന ആൾക്കാർക്കാണ്, എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കാണ്. അവർക്ക് കിട്ടിയേ അത് മതിയാവും. എന്തായാലും അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ടതാണ് ആ 3 വാർഡുകൾക്കും. അന്ന് പറഞ്ഞ ഗവൺമെൻറ് ഡിമാൻഡിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു, കിട്ടിയേ മതിയാവും. ഒപ്പം തന്നെ ബാക്കി നിൽക്കുന്ന ചില പുനരധിവാസ നടപടികളിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പടവെട്ടിക്കുന്ന റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പടവെട്ടി, റാട്ടപ്പാടി, മുണ്ടക്കാൽ ബാലൻസ് ഉള്ള ആൾക്കാരെ, മുണ്ടക്കാൽ കുറച്ച് അറിയാലോ, പാടിയിൽ അന്ന് ഫേസ് 2 ബിയിലൊന്നും വരാത്ത ആൾക്കാർ ഉൾപ്പെടുത്തണം. അതുപോലെ അട്ടമല ഭാഗങ്ങൾ, ഗോപിമൂല ഭാഗങ്ങളുള്ള ആൾക്കാരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു പട്ടിക തയ്യാറാക്കി. അപ്പോൾ വർഷകാലം വീണ്ടും വരാൻ പോവുകയാണ്. നമ്മൾ ജൂലൈ 30 അടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ മഴ ശക്തമാകാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് വേണ്ട, ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ആനുകൂല്യം യഥാസമയം
സമയങ്ങൾ കിട്ടിയേ മതിയാവും. നിലവിൽ വാർഡ് മെമ്പറായിട്ടുള്ള സുകുമാരനാണ് സംസാരിച്ചത്. എന്തായാലും ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയൊരു അവസ്ഥയുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അവർക്ക് സംസാരിക്കാനുമുണ്ട്. എന്തായാലും മഴ ഇടയ്ക്ക് ഇടവിട്ട് കനത്ത് തുടരുന്ന ഒരു അവസ്ഥ, അതാണിപ്പോൾ നിലവിലുള്ള സ്ഥിതി. എന്താണ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്? എന്താണ് അവസ്ഥ? ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതേപോലെ കുറേ 2 ദിവസമായി അവർ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്. ഞങ്ങൾ താലൂക്കിലും കലക്ടറേറ്റിലും വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ 2 ദിവസം കൊണ്ട് പരിഹാരം കാണാന്നാണ് പറഞ്ഞത്. ഇതുവരെ അങ്ങനെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ ദിനപത്ത് എന്തായാലും നിർബന്ധമായും കിട്ടണം. അതല്ലാതെ ഞങ്ങൾ ഈ ബാക്കിയുള്ള ജനങ്ങളോട് മൊത്തം ജനങ്ങളെ പുനരധിവസപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ തോടിന്റെ സൈഡാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പുഴയിലേക്ക് വെള്ളം എടുക്കാതെ വരുമ്പോൾ തോട്ടിലേക്ക് നിറഞ്ഞു വരും. നമ്മളിപ്പോ പേടിയോടുകൂടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെയൊക്കെ കൂടെ മാറ്റി പാർപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥലം സ്കൂൾ റോഡ് അല്ല, മറ്റേ വില്ലേജ് റോഡ് കാപ്പിലാണ്, തോട് സൈഡാണ്. വില്ലേജ് തോട് വരുന്നുണ്ടല്ലോ, പുതിയ വില്ലേജ് റോഡിന്റെ തോട് ഞങ്ങളെ വീടിന്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. ഞങ്ങളെ തോട് വക്കിലാണ് വീടുള്ളത്. ഭയങ്കര അവസ്ഥ. ഞങ്ങൾ കുറച്ച് പേര് ഈ താത്തയും ഞങ്ങളൊക്കെ താമസിക്കുന്ന തോട് സൈഡാണ്. അപ്പൊ ബുദ്ധിമുട്ടാണ്. ADM-ആയിട്ട് നടത്തിയ ചർച്ചയിൽ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? ഇല്ല. കാരണം എന്താ പറയുക, ഇതേപോലത്തെ പ്രതീക്ഷകൾ ഞങ്ങൾ ഒരുപാട് വെച്ചതാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താവും, ഞങ്ങൾ ചോദിക്കും. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഞങ്ങൾ അറിയൂല ഇവർക്ക്. കാരണം അതേപോലെയാണ് ഇവർ ഞങ്ങൾക്ക് പെരുമാറിയിട്ടുണ്ടായത്. ഇനി ADM-ന്റെ സ്ഥിതി എന്താന്ന് കറക്റ്റ് അറിയില്ല. കാരണം അവരെ വാക്കിന്റെ മേലെയാണ് ഇപ്പം ഞങ്ങൾ പോണത്. 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി ആരോട് പറയും? ഇതേപോലെ സമരം കൊണ്ട് പോയി നിങ്ങൾക്ക് തന്നെ അറിയാം. പല സമരം ഞങ്ങൾ നടത്തിയതാണ്. വില്ലേജ്, താലൂക്ക്, ഇവിടെ കുടിൽക്കട്ടി സമരം, ഇതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് ഇത് കിട്ടുന്നുള്ളൊരു ഉറപ്പ് ഇപ്പം അവർ പറഞ്ഞത് കൊണ്ട് ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഇനി ഈ മഴ വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഈ തോടിൻ്റെ 2 സൈഡും എൻ്റെ വീടിൻ്റെ സൈഡാണ്. നിങ്ങൾക്കറിയാം. കാരണം 2 സൈഡും വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടിയ സമയത്ത് വന്നതാണ്. ആ വീട്ടിൽ നിൽക്കാൻ ഒരു സമാധാനത്തോടു കൂടി ഉറങ്ങാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി ഞങ്ങളെ വീട് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ടൗൺഷിപ്പിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം. ഈ 9,000 രൂപയോട് കൂടി തന്നെ ഞങ്ങൾ ഈ ടൗൺഷിപ്പിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ഇവരുടെ വാദം അത് 100% ജെനുവിനാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവിടെയൊക്കെ ഭീഷണിയിൽ നിൽക്കുന്ന പ്രദേശമാണ്. മഴ ഇങ്ങനെ പെയ്ത് തുടരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആശങ്കയാണ് ഇവർ പങ്കുവച്ചത്. മാത്രമല്ല ഇവിടെ തൊഴിലില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഇവർക്ക് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിച്ച് 900 കണ്ടിൽ ജീപ്പ് ഓടിക്കുന്ന ആളുകൾ, ഇവിടുത്തെ തോട്ട മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, കൃഷി ചെയ്തിരുന്ന ആളുകൾ, ഇവരെല്ലാം കടുത്ത രീതിയിലുള്ള പ്രതിസന്ധിയെ ആണ് അഭിമുഖീകരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴി ഈ നാട്ടുകാർക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. ADM-മായി നടത്തിയ ചർച്ചയിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പരിഹാര നിർദ്ദേശം 2 ദിവസത്തെ ഒരു കാത്തിരിപ്പാണ്. അതിനിടയിൽ ആ ലിസ്റ്റിൽ പൂർണ്ണമായും ആളുകളെ ഉൾപ്പെടുത്തുമെന്നുള്ള ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പ് പാലിക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ. കൂടുതൽ പേരെ ഈ സഹായത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരണം. നിലവിൽ നൽകിയിരുന്ന സാമ്പത്തിക സഹായങ്ങൾ തുടരണം. അതിന് അർഹതയുള്ള ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. അവരെ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമൊക്കെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുടെ വായ്പ എഴുതിത്തള്ളുന്നതടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവിടെയുള്ള പ്രദേശവാസികൾ. ADM ഇപ്പോൾ അവരുമായി സംസാരിച്ചിരുന്നു. ചില ഉറപ്പുകൾ അവിടെയുള്ള പ്രദേശവാസികൾക്ക് ADM നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണാർത്ഥത്തിൽ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് കൂടി അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോഴീ നാട്ടുകാരുമായി സംസാരിച്ച് അവരുടെ പ്രതിഷേധത്തെ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ പ്രശ്നം സങ്കീർണമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അല്പം കൂടി ഗൗരവതരമായ ഇടപെടൽ വേണ്ടത്. നിലവിൽ ഉള്ള കർമ്മ പദ്ധതികളെ വിപുലീകരിക്കുകയോ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയോ ഒക്കെ ഒരു സമഗ്രമായ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട് എന്നുള്ളത് എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ നോ ഗോസോൺ മേഖല, ഗോസോൺ മേഖല എന്നുള്ള തരംതിരിവിനൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർന്ന് പ്രതീക്ഷിക്കണോ സുർജിത്ത്? എന്തായാലും ഇനി പ്രതീക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ്. ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ഈ നാട്ടുകാർ ഉന്നയിക്കാനുള്ള കാരണം തന്നെ ഇന്നത്തെ അസാധാരണമായ ഒരു മഴപ്പെയ്ത്താണ്. കഴിഞ്ഞ ആ സമയത്തുണ്ടായിരുന്ന അതിന് സമാനമായ രീതിയിലുള്ള ആ മഴപ്പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനൊരു മാറ്റം ഇവിടുത്തെ ആളുകൾക്ക് ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ആളുകൾ സർക്കാരിൻ്റെ മുമ്പാകെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാർ അതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്തും എന്നുള്ള തരത്തിലുള്ള
ഒരു പ്രതീക്ഷയാണ് നാട്ടുകാരെല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ADM-യുമായി നടത്തിയ ചർച്ച, ആ ചർച്ചയിൽ അനുഭാവപൂർവമായ ഒരു ഇടപെടൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് ആളുകളുടെ പ്രതീക്ഷ. ഈ 3 വാർഡുകളിലെയും ആളുകളെ പൂർണ്ണമായും ഈ ഇതിനകത്ത് പട്ടികയിൽ ഉൾപ്പെടുത്തണം. അവർക്ക് ഈ പല ഇടങ്ങളും ഭീഷണിയായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ വെള്ളാർമല സ്കൂൾ റോഡാണിത്. സ്കൂൾ റോഡിൻ്റെ തൊട്ടടുത്തുള്ള ആ പ്രദേശത്തുള്ള ആ മേഖലയിലുള്ള വീടുകൾ പോലും, അതിൻ്റെ തൊട്ട് താഴെ ഉള്ള വീടുകൾ പോലും കനത്ത വെള്ളക്കെട്ടിനെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ഇവിടെ വിട്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷേ അവരുടെ അവസ്ഥ അതാണ്. ഈ ഉരുൾപൊട്ടലിന് ശേഷം വലിയ രീതിയിലുള്ള ഭീതി ആളുകളുടെ ഇടയിലുണ്ട്. സ്വാഭാവികമായും അവരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റി ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം അതാണ് ഉയർന്നിട്ടുള്ളത്. ആ നിർദ്ദേശം ADM-യുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ഇവർ ഉന്നയിച്ചു. ആ ഉന്നയിച്ചതിൻ്റെ ഭാഗമായി 2 ദിവസം സമയം, അതിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനം, ആ തീരുമാനം ഉണ്ടാകുന്ന മുറയ്ക്ക് കാര്യങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും, ഇവരെ എല്ലാവരും ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികൾ, അതോടൊപ്പം മറ്റ് ആളുകൾ, ഈ നാട്ടുകാർ, വിവിധ ആക്ഷൻ കൗൺസിലുകളുടെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എല്ലാവരും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ചതിന് മുകളിൽ കൃത്യമായ രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഉള്ളത് ഈ വില്ലേജ് റോഡിലാണ്, പടവെട്ടിക്കുന്ന് മേഖലയിലുള്ള ആളുകളാണ് ഇവരൊക്കെ. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇന്നത്തെ മഴയോടെ 100% പരിപൂർണമായിട്ട് റോഡ് തകർന്നു. റോഡും പഴയവും ഒന്നായി. അവിടെയാണ് 27 കുടുംബത്തിനകത്ത് പോയി താമസിക്കണമെന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ചേതോവികാരം എന്നറിയുന്നില്ല. അതായത് ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ജോൺ മത്തായി എവിടെയൊക്കെയോ സേഫ് സോൺ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അൺസേഫായി. ഇത് പുനഃപരിശോധിച്ചേ പറ്റൂ. നിർബന്ധമായിട്ടും ഇതിനെക്കുറിച്ച് അറിവുള്ളൊരു ശാസ്ത്രജ്ഞനെ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് പരിശോധിച്ചിട്ട് ഭീഷണിയുള്ള ജനങ്ങളെ എത്രയും പെട്ടെന്ന് പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുക. അതല്ലാതെ നമുക്കിവിടെ വേറെ ഒന്നും പറയാം. ഇപ്പോൾ ഈ സ്കൂൾ റോഡ് എന്ന് പറഞ്ഞാൽ പടവെട്ടിക്കുന്ന് പോകുന്ന വഴി 100% നഷ്ടപ്പെട്ടു. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ആ വഴി 100% നഷ്ടപ്പെട്ടു. ഈ ഒരു അവസ്ഥയിലാണ് അവിടെ പോയിട്ട് താമസിക്കണമെന്ന് പറയുന്നത്. കൊച്ചു മക്കളെയും പ്രായം ചെന്നരെയും കൂട്ടി അവിടെ പോയി താമസിക്കണമെന്ന് പറയുന്നത്. എന്തായാലും അത് ഒരിക്കലും പ്രായോഗികമല്ലാത്ത കാര്യമാണ്. കാരണം സ്കൂൾ റോഡിലേക്കുള്ള വഴി ഇന്ന് ഏതാണ്ട് പൂർണ്ണമായും ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പടവെട്ടിക്കുന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള നീലിക്കാപ്പ്, റാട്ടപ്പാടി, അതോടൊപ്പം തന്നെ ഗോപിമൂല, ഈ പുഞ്ചിരിമട്ടത്ത് ശേഷിക്കുന്ന ആളുകൾ, അതോടൊപ്പം ഈ തൊട്ടടുത്തുള്ള അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് പൂർണ്ണമായും അത്തരത്തിൽ ധനസഹായം ലഭ്യമാക്കണം. അതോടൊപ്പം തന്നെ എന്തായാലും ജനങ്ങളുടെ ആശങ്ക ബാക്കിയാവുകയാണ്. ഭീതിയോടുകൂടി തന്നെ ജനങ്ങൾ കഴിയേണ്ട സാഹചര്യമാണ്. കൂടുതൽ പേരെ ഈ സഹായത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഈ പുനരധിവാസത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് അടിയന്തരമായി സഹായങ്ങൾ നൽകുകയും അവർക്ക് വായ്പ എഴുതി തള്ളുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യേണ്ട നിലയുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കർമ്മ പദ്ധതികൾ വിപുലമാക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം കൂടി നാട്ടുകാർ ഉയർത്തുകയാണ്. എന്തായാലും അവരുടെ ആശങ്കയ്ക്ക് പരിഹാരമാവുന്നില്ല. ചില ഉറപ്പുകളൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി അവരതിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നുമില്ല. കാരണം എത്രയോ തവണ ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒക്കെ ആ മേഖലയിലുള്ളവർക്ക് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയ ഘട്ടത്തിൽ കിട്ടിയതുമാണ്. ന്യൂസ് ഈവനിംഗ് പൂർത്തിയാവുകയാണ്.